ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളും സ്രഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്നുണ്ട്. ജൈവലോകത്തും അജൈവലോകത്തുമുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ വസ്തുക്കളിലൂടെയും കണ്ണോടിക്കുന്നയാർക്കും സ്രഷ്ടാവായ തമ്പുരാനെ അംഗീകരിക്കാതിരിക്കുവാൻ കഴിയില്ല. ജൈവലോകത്ത് അവന്റെ മാർഗദർശനം കൂടുതൽ പ്രകടമാണ്. ജീവജാലങ്ങൾക്കെല്ലാം അവയുടേതായ പ്രകൃതം നൽകുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് സർവശക്തനായ തമ്പുരാൻ. അല്ലാഹുവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകഛത്രാധിപതിയായിരുന്ന ഫറോവയുടെ മുന്നിലേക്ക് കയറിച്ചെന്നുകൊണ്ട് സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ സന്ദേശ പ്രചാരണം നിർവഹിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവ ചക്രവർത്തിയുടെ ആരാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. قال ربنا الذي أعطى كل شيء خلقه ثم هدى. അദ്ദേഹം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനത്രേ ഞങ്ങളുടെ രക്ഷിതാവ്. ജൈവലോകത്തെ സർവശക്തനായ തമ്പുരാന്റെ മാർഗദർശനത്തെക്കുറിച്ച പര്യവേഷണമാണ് ഈ ഫിലിമിൽ നിർവഹിക്കുന്നത്. കൗതുകകരമായ ദേശാന്തര ഗമന സ്വഭാവം പ്രകടമാക്കുന്ന ജീവികളിലൊന്നാണ് സാൽമൺ മത്സ്യം. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ തീരത്താണ് ഇവ ജീവിക്കുന്നത്. നദികളും സമുദ്രങ്ങളും താണ്ടിയുള്ള വിഷമകരവും സാഹസികവുമായ യാത്രയാണ് അവയുടേത്. അമ്മ സാൽമൺ പുഴയിൽ മുട്ടയിടുന്നത് മുതൽ ആരംഭിക്കുന്നു സാൽമൺ മത്സ്യം അതിന്റെ ജീവിതം. പുഴയിൽ നിന്നു തന്നെ സ്വയം ഭക്ഷണം കണ്ടെത്താൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് പ്രാപ്തമാകുന്നു. ഏതാണ്ട് ആദ്യത്തെ ഒരു വർഷത്തോളം സാൽമൺ മത്സ്യം പുഴയിൽ തന്നെ കഴിയുന്നു. ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരേപോലെ ജീവിപ്പിക്കുവാനുതകുമാർ സൃഷ്ടിക്കപ്പെട്ടവയാണ് സാൽമൺ. അത് നടത്തുന്ന അത്ഭുതകരമായ യാത്രക്ക് ഇത്തരമൊരവസ്ഥ അനുപേക്ഷണീയവുമാണ്. വസന്തകാലത്തെ ഒരു സുപ്രഭാതത്തിൽ ആയിരക്കണക്കിന് സാൽമൺ മത്സ്യങ്ങൾ കടലിലേക്കുള്ള ദേശാന്തര ഗമനം ആരംഭിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം അവ പസഫിക് മഹാസമുദ്രത്തിൽ എത്തപ്പെടുന്നു. സമുദ്രത്തിലെത്തിയാൽ ജനിതകപരമായ പ്രക്രിയകളുടെ അനുകൂല സിദ്ധിയാൽ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനാവുന്ന വിധം അവയുടെ ശരീരം പരിവർത്തിതമാവുന്നു. അടുത്ത 1 മുതൽ 4 വർഷം വരെ അവക്ക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അമേരിക്കൻ തീരപ്രദേശം വിട്ട് അലാസ്കയും കടന്ന്
ജപ്പാൻ വരെ തുടരുന്ന യാത്രയാണ് അവയുടേത്. യാത്രയുടെ ഒടുവിലാകുമ്പോൾ പ്രായപൂർത്തിയെത്തി ഏറ്റവും വിഷമകരമായ അവസാനത്തെ യാത്രക്ക് തയ്യാറാവുന്നു. താൻ ജനിച്ച പുഴയിലേക്ക് തിരികെ അത് യാത്ര തിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വന്നതിന് നേരെ വിപരീത ദിശയിലേക്കുള്ള സാഹസിക പ്രയാണം. ഒരു വിഘ്നവും അവക്ക് തടസ്സമാകുന്നില്ല. ജലപാതകൾ ഉയർന്ന് ചാടി മാറിക്കടക്കാൻ അവക്ക് കഴിയും. ജലനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിൽ ചാടി തടസ്സങ്ങൾ പിന്നിടാൻ അവക്ക് കഴിയും. ഏതാണ്ട് 32,000 കിലോമീറ്ററോളം തുടരുന്ന ഒരു യാത്രയാണ് അവയുടേത്. ഈ യാത്രക്കിടയിൽ അവ ഒന്നും ഭക്ഷിക്കുകയില്ല. സമുദ്രത്തിലായിരിക്കുമ്പോൾ ശേഖരിച്ച ഊർജം ചെലവിടുക മാത്രമായിരിക്കും ചെയ്യുക. വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച പുഴയിൽ തിരികെയെത്താൻ കഴിയുന്നവ അവിടെ മുട്ടയിടുന്നു. ദൗത്യം പൂർത്തിയാക്കി അധിക നാൾ കഴിയാതെ തന്നെ അവ മരിക്കുന്നു. സാൽമൺ മത്സ്യത്തിന്റെ ഈ ദേശാന്തര ഗമനം പ്രകൃതിയിലെ അമ്പരപ്പിക്കുന്ന പ്രതിഭാസങ്ങളിലൊന്നാണ്. കടലിൽ വർഷങ്ങളോളം ജീവിക്കുന്ന ആയിരക്കണക്കായ മത്സ്യങ്ങൾക്ക് പിറന്നു വീണ പുഴ കണ്ടെത്താനാവുന്നതെങ്ങനെയാണ്? പസഫിക് മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന ആയിരക്കണക്കിന് പുഴകളിൽ നിന്നവ സ്വന്തം പുഴ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നീട് മാത്രമേ അവയിലൂടെ സഞ്ചരിച്ച് ജനിച്ചിടത്തെത്താൻ അവക്ക് കഴിയുകയുള്ളൂ. നിരവധി ശാഖകളുള്ളതിൽ നിന്നാണ് അവ സ്വന്തം പാത കൃത്യമായി തന്നെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് വഴി തെറ്റാതെ യാത്ര ചെയ്തെത്തുകയും ചെയ്യുന്നു. നിരവധി ശാഖകൾ മാറി മാറി ഇടവിട്ട് കൂടിച്ചേരുമ്പോഴൊക്കെ കൃത്യമായത് കണ്ടെത്താനുള്ള വിരുദ് അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. ഈ അസാധ്യമായ കാര്യം സാൽമൺ വിജയകരമായി നേടിയെടുക്കുന്നു. എങ്ങനെയാണവ ഇക്കാര്യത്തിൽ വിജയിക്കുന്നത്? എന്തുകൊണ്ട് അവക്കങ്ങനെ കഴിയുന്നു? എങ്ങനെ എന്ന ചോദ്യം നോക്കുക. ദീർഘയാത്രക്ക് ഉപയുക്തമായ പ്രത്യേക സംവേദനങ്ങളോടെയാണ് സാൽമൺ മത്സ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. ഭൗമകാന്തിക ക്ഷേത്രം തിരിച്ചറിഞ്ഞ് ദിശയും വഴിയും കണ്ടെത്താനുള്ള കഴിവ് അവയിൽ അന്തർലീനമാണ്. വിശാലമായ മഹാസമുദ്രത്തിൽ ദിശ തെറ്റാതിരിക്കാൻ അവക്ക് കഴിയുന്നു. അടിസ്ഥാന ചോദ്യം ഇതാണ്: താൻ ജനിച്ച പുഴയിലേക്ക് തന്നെ അവ തിരിച്ചെത്തുന്നതെങ്ങനെ? ഇതിന് പ്രകൃതിയായുള്ള കോമ്പസ് കൂടാതെയുള്ള മറ്റ് ചില സിദ്ധികളും അവക്കാവശ്യമുണ്ട്. ഓരോ പുഴക്കും അതിൻ്റെ തന്നെ ഗന്ധമുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല. എന്നാൽ സത്യമതാണ്. ലോകത്തിലെ എല്ലാ പുഴകൾക്കും നദികൾക്കും അവയുടേതായ രാസമിശ്രിതങ്ങളുണ്ട്. സാൽമണുകളല്ലാത്തവക്ക് തിരിച്ചറിയാനാവാത്ത വിധം അതിസൂക്ഷ്മമാണ് പുഴകൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാണ് സാൽമൺ മത്സ്യം അതിൻ്റെ ദേശാന്തര ഗമന യാത്ര നടത്തുന്നത് എന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. ഉത്തര കാലിഫോർണിയയിലെ പ്രൈറി ക്രീക്ക് മത്സ്യ ഫാമിൽ വെച്ചാണ് സാൽമണിന്റെ വഴി കണ്ടെത്തുന്നതിലെ സൂക്ഷ്മത പ്രായോഗികമായി പരിശോധിക്കപ്പെട്ടത്. ദേശാന്തര ഗമനത്തിലെ അതിസാഹസികത ഇവിടെ നടന്ന കണ്ടെത്തൽ ചിത്രീകരിക്കുകയായിരുന്നു. 1964